ഹായ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് മോഡ്യൂൾ 60 ആണ്. ഗെറ്റ് അലോങ് എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ്. ഗെറ്റ് അലോങ്ങിന്റെ അർത്ഥം പൊരുത്തപ്പെടുക, പൊരുത്തപ്പെടണം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. നമുക്ക് നോക്കാം എക്സാമ്പിളുകൾ എന്താണെന്നുള്ളത്. പൊരുത്തപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യോജിച്ചു പോകാൻ എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. അപ്പൊ നോക്കാം. ഐ വാണ്ടഡ് ടു ഗെറ്റ് അലോങ് വിത്ത് മൈ നൈബേഴ്സ്. എനിക്ക് എന്റെ നൈബേഴ്സുമായിട്ട്, എന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ആളുകളുമായിട്ട് ഒത്തുചേർന്ന് പോകണം. വലിയ കശപിശൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ സംസാരമൊക്കെ ആയിട്ട് എനിക്ക് അവരോട് ഒത്തുചേർന്ന് പോകണം. ഐ വാണ്ടഡ് ടു ഗെറ്റ് അലോങ് വിത്ത് മൈ നൈബേഴ്സ്. എനിക്ക് എന്റെ അയൽക്കാരുമായിട്ട് നല്ല രീതിയിൽ പോകണം, അത്രേ ഉള്ളൂ. ഐ വാണ്ട് ടു ഗെറ്റ് അലോങ് വിത്ത് ഹെർ. എനിക്ക് അവളുമായി പൊരുത്തപ്പെടണം. കാരണം ഞാൻ ഇപ്പൊ ഡിഗ്രി ചെയ്യാൻ പോവാണ്. ഡിഗ്രി ചെയ്യാൻ പോകുന്ന സമയത്ത് 3 വർഷം അല്ലെങ്കിൽ 4 വർഷമാണ് ഡിഗ്രിയുടെ പീരീഡ്, പുതിയ ഡിഗ്രിയുടെ പീരീഡ് വരുന്നത്. അപ്പൊ പറയണം ഐ വാണ്ട് ടു ഗെറ്റ് അലോങ് വിത്ത് ഹെർ. എനിക്ക് അവളുമായി പൊരുത്തപ്പെടണം. കാരണം ഷീ ഈസ് ഗോണ ബി മൈ ബെസ്റ്റ് ഫ്രണ്ട്. അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ പോവുകയാണ്. സോ അവളുടെ ഇഷ്ടങ്ങൾ എല്ലാം എന്റെ ഇഷ്ടങ്ങളാക്കി മാറ്റിയിട്ട് എനിക്ക് അവളുമായി പൊരുത്തപ്പെട്ടു പോകണം. മനസ്സിലായി? അടുത്ത എക്സാമ്പിൾ. They want to get along with his anger. അവർക്ക് ഇപ്പോ ഇത് അവരുടെ ബോസ് ആണെന്ന് വിചാരിച്ചോ. അവരുടെ ബോസ് ആണ്, സോ തീർച്ചയായിട്ടും അവർക്ക് വേറെ ചോയ്സ് ഇല്ല. തൽക്കാലത്തേക്ക് ഈ ബോസിനെ ഒബേ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയണം, they wanted to get along with his anger. അവർക്ക് ആ ബോസിന്റെ ദേഷ്യത്തോട് പൊരുത്തപ്പെട്ടു പോകണം. They wanted to, അവർക്ക് പൊരുത്തപ്പെടണം. They want to get along with his anger. അവന്റെ ദേഷ്യത്തോട് അവർക്ക് പൊരുത്തപ്പെടണം. Want to get along with pain. എനിക്ക് വേദനയോട് പൊരുത്തപ്പെടണം. ഇപ്പോൾ സെയിം ബോൾട്ട് പറയാണ്, ഞാൻ റണ്ണിങ് കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കാറുണ്ട്. എനിക്ക് സിവിയർ ആയിട്ടുള്ള വേദന ഉണ്ടാവാറുണ്ട് മോസ്റ്റ് ഓഫ് ദി ടൈം. പക്ഷെ അങ്ങനെ വേദന ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ റണ്ണിങ് കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കരിയർ തന്നെ ഇല്ലാതാവും. സോ എന്താ പറയാ, വാണ്ട് ടു ഗെറ്റ് അലോങ് വിത്ത് പെയിൻ. എനിക്ക് വേദനയോട് പൊരുത്തപ്പെടണം. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി അതർ ചോയ്സ്. എനിക്ക് വേറെ ചോയ്സ് ഒന്നും തന്നെ ഇല്ല. They want to get along with their teacher. അവർക്ക് അവരുടെ ടീച്ചറുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണം. They want to get along with their teacher. അവർക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ടീച്ചറുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണം. They want to get along with their teacher. I can't get along with my colleague. എനിക്ക് എന്റെ സഹപ്രവർത്തകരുമായിട്ട് ഒത്തുചേർന്ന് പോകാനായിട്ട് പറ്റുന്നില്ല. ഞങ്ങളുടെ ഒപ്പീനിയനുകൾ തമ്മിൽ, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ തീരെ സ്വരച്ചേർച്ചയില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോ എനിക്ക് എന്റെ കൊളീഗുമായിട്ട് എനിക്കാണ്ട് ഒത്തുചേർന്ന് പോകാനായിട്ട് പറ്റുന്നില്ല. ഐ കാൺ ഗെറ്റ് അലോങ് വിത്ത് മൈ കൊളീഗ്. കൊളീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ സഹപ്രവർത്തക എന്നാണ് അർത്ഥം. ഹി കാൺ ഗെറ്റ് അലോങ് വിത്ത് ഹിസ് വർക്ക്. അവന് അവന്റെ ജോലിയോട് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. ഹി കാണ്ട്, അവന് സാധിക്കുന്നില്ല. എന്താ സാധിക്കാത്ത? കാൺ ഗെറ്റ് അലോങ്, പൊരുത്തപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. എന്തിനോടാണ്? വിത്ത് ഹിസ് വർക്ക്. അവന്റെ വർക്കിനോട്, അവന്റെ ജോലിയോട് അവന് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. She can't get along with him. അവൾക്ക് അവനോട് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് അവർ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. പരസ്പരം വലിയ സ്വരച്ചേർച്ചയില്ലാന്ന് വെച്ചാൽ അവരുടെ ഒരാൾ പറയുന്നത് മറ്റൊരാൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോ അവൾ പറയുന്നത് she can't get along with him. അവൾക്ക് അവനുമായിട്ട് ഒത്തുചേർന്ന് പോകാനായിട്ട് പറ്റുന്നില്ല. ഇനി നോക്കിക്കേ, ഒരു നായ്ക്കുട്ടിയുണ്ട്, ഒരു പൂച്ചക്കുട്ടിയുണ്ട്. സാധാരണ പൂച്ചയും നായൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അടിയായിരിക്കും. പക്ഷെ ഈ ഒരു വീട്ടില് ഐ എം ഗ്ലാഡ് ദേ ഗെറ്റ് അലോങ് ബെറ്റർ നൗ. അവര് നല്ല രീതിയിൽ ഇപ്പോ കശപിശയൊന്നുമില്ല, നല്ല രീതിയിൽ അവര് ജീവിച്ചു പോരുന്നുണ്ട്. സോ ഐ എം ഗ്ലാഡ്, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താ? ദേ ഗെറ്റ് അലോങ് ബെറ്റർ നൗ. മുന്നത്തെക്കാളും നല്ല രീതിയിൽ അവര് ഒത്തുചേർന്ന് പോകുന്നുണ്ട്, പൊരുത്തപ്പെട്ട് പോകുന്നുണ്ട്. Can you help them get along? ഇവിടെ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റുമോ പൊരുത്തപ്പെട്ട് പോകാനായിട്ട്? അല്ലെങ്കിൽ അവരിപ്പോ ആകെ തല്ലുകൂടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, ഒരാള് മറ്റാളെ ബ്ലെയിം ചെയ്യുന്നുണ്ടാവും, കുറ്റപ്പെടുത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവര് തർക്കിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അവരെ പൊരുത്തപ്പെട്ടു പോകാനായിട്ട്, അല്ലെങ്കിൽ ഒത്തുചേർന്ന് നല്ല രീതിയിൽ പോകാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? Can you help them? നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റുമോ? എന്തിനാ? To get along, അത് പൊരുത്തപ്പെടാനായിട്ട് നിങ്ങൾക്ക് അവരെ സഹായിക്കാനായിട്ട് പറ്റുമോ? He can't get along with his pain. അവന് അവന്റെ വേദനയോട് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. Which means അവൻ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട് അർജന്റായിട്ട്. അപ്പൊ ഗെറ്റ് അലോങ്ങിന്റെ അർത്ഥം മനസ്സിലായല്ലോ. സിംപ്ലി അർത്ഥമാക്കുന്നത് പൊരുത്തപ്പെട്ട് പോവുക, ഒത്തുചേർന്ന് പോവുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഐ വാണ്ട് ടു ഗെറ്റ് അലോങ് വിത്ത് ദിസ് ക്ലൈമറ്റ്. എനിക്ക് ഈ ഒരു കാലാവസ്ഥയോട്, ഐ വാണ്ട് ടു ഗെറ്റ് അലോങ് വിത്ത് ദിസ് ക്ലൈമറ്റ്, ഈ ഒരു കാലാവസ്ഥയോട് എനിക്ക് പൊരുത്തപ്പെട്ട് പോകണം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. And that's all for today. Thank you so much for being with me. Thank you.